ഇത് നമുക്ക് നല്ല ഈസി ആയിട്ട് മട്ടൻ കറി വെക്കുന്നതിന് നോക്കാം. ഇത് ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. ഈ മട്ടൻ്റെ പീസുകൾ ഞാനിവിടെ ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് മട്ടനൊക്കെ നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ കേരളത്തിൽ നിന്ന് പുറത്തേക്കാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഹലാൽ മീറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് മട്ടൻ വാങ്ങാം. അവിടെ നിന്ന് വാങ്ങുന്ന മട്ടനൊക്കെ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കടയിലേക്ക് പോയിട്ട് വാങ്ങുകയാണെങ്കിൽ എപ്പോഴും ഫ്രീസ് ചെയ്തേക്കുന്ന മട്ടനായിരിക്കും കിട്ടുക. പിന്നെ ഈ കറിയിലേക്ക് ഗരം മസാല ഫ്രഷ് ആയിട്ട് പൊടിച്ചിട്ട് ചേർക്കണം. മട്ടനിലേക്ക് ഗരം മസാല ചേർക്കുമ്പോൾ പെരിഞ്ജീരകവും കുരുമുളകിൻ്റെ പൊടിയും കൂടുതൽ ചേർക്കുക. ഏലക്കായൊക്കെ വളരെ കുറച്ച് ചേർത്താൽ മതി. അപ്പോഴായിരിക്കും മട്ടൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ കറിയിലേക്ക് ഫ്രഷ് ആയിട്ട് ഗരം മസാല പൊടിച്ചിട്ട് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ഒരു 16 കറിയാമ്പൂ, ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം കറുകപ്പട്ട, പിന്നെ 3 തക്കോലം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്നത് ചെറിയ ടൈപ്പ് തക്കോലാണ് എടുത്തേക്കുന്നത്. അത് നിങ്ങൾ എടുക്കുമ്പോൾ വലിയ ടൈപ്പ് തക്കോലാണെങ്കിൽ ഒരു 2 തക്കോലം മതിയാവും. പിന്നെ ഒരു 4 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ചൂടാക്കിയിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഗരം മസാലയൊക്കെ എപ്പോഴും ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കുമ്പോഴായിരിക്കും ഗരം മസാല പൊടിച്ചെടുക്കുമ്പോൾ നല്ല സ്മെല്ലുണ്ടാവുക. ഈ കറിയിലേക്ക് ഇഞ്ചിയും വേണം, വെളുത്തുള്ളിയും വേണം, പച്ചമുളകും വേണം, സവോളയും വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീഡിയം സവോള നല്ല കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത്. ഇത് മട്ടൻ കറി ആയതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കുക. അപ്പോഴായിരിക്കും ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിവിടെ ഒരു 16 വലിയ വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചി 2 കഷ്ണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നമ്മൾ മട്ടൻ കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുമ്പോഴും കുറച്ച് ഇഞ്ചി ചേർക്കും. പിന്നെ കറിയാക്കുന്ന സമയത്തും ഇഞ്ചി ചേർക്കും. അപ്പോൾ ഇഞ്ചിയും കുറച്ച് കൂടുതൽ എടുക്കുക. പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഈ കറിയിലേക്ക് നമുക്ക് വേണ്ട മസാലപ്പൊടികൾ. അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി വേണം, പിന്നെ മുളകിൻ്റെ പൊടിയും വേണം, പിന്നെ മല്ലിപ്പൊടിയും വേണം, കുരുമുളകിൻ്റെ പൊടിയും വേണം. ഈ 4 മസാലപ്പൊടികളും ഞാനിത് കറിയാക്കുന്ന സമയത്ത് കറിയിലേക്ക് ചേർക്കുമ്പോൾ എല്ലാത്തിൻ്റെ അളവ് കൃത്യമായിട്ട് പറയാം. പിന്നെ ഗരം മസാല നമ്മൾ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്തത് ഇത് മുഴുവനും കറിയിലേക്ക് ആവശ്യം ഉണ്ടാവില്ല. ഗരം മസാലയ്ക്കും എപ്പോഴും കറിയിലേക്ക് ചേർക്കുമ്പോൾ അത് നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കണം. അത് ഏറ്റവും ആദ്യം കുറച്ച് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർക്കാം. അതിപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ കുറച്ച് ഗരം മസാല ചേർത്തു, പിന്നെ ഏറ്റവും ലാസ്റ്റ് കറിയുടെ ടേസ്റ്റ് നോക്കിയപ്പോൾ ഗരം മസാല കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ലാസ്റ്റും ഗരം മസാല ചേർക്കാം. ഗരം മസാല ചേർത്ത് കഴിഞ്ഞിട്ട് കറി നന്നായിട്ട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഗരം മസാല നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഈ കറിയിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടിയും ചേർക്കാം. അത് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മല്ലിയിലയും കൂടിയും ചേർക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ കറിയാക്കാന്ന്. ഇനി ഫസ്റ്റ് ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് മട്ടൻ വേവിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് മട്ടൻ ചേർക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. കുറച്ച് ഇഞ്ചി ചേർക്കുക. പച്ചമുളക് ചേർക്കുക. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. ഈ മട്ടൻ ഇതേപോലെ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുമ്പോൾ മുളകിൻ്റെ പൊടി ചേർക്കണ്ട. പച്ചമുളകും കുരുമുളകും ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഈ കുരുമുളകിൻ്റെ പൊടി ചേർക്കുക. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യുക. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടിയും ചേർക്കണം. ഞാൻ ഇതിലേക്ക് 5 നല്ല എരിവുള്ള പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ചേർത്തിട്ടുണ്ട്. ഈ മട്ടൻ വേവിച്ചെടുക്കാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ഈ കറി നല്ല ഡ്രൈ ആയിട്ടല്ല ഉണ്ടാക്കുന്നത്, ചെറുതായിട്ട് ഗ്രേവിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർക്കുക. മട്ടൻ വേവിച്ചെടുക്കുക. ഈ മട്ടനിൽ നിന്ന് ഒരു വിസിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് കൂടി വേവിക്കുക. 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ തീ ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റീം എല്ലാം പോയി കഴിഞ്ഞിട്ട് വേണം കുക്കർ തുറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തുറന്ന് നോക്കിയിട്ട് നിങ്ങൾ നോക്കാം മീറ്റ് വെന്തിട്ടുണ്ടോയെന്ന്. മീറ്റ് വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ചും കൂടി നേരം വേവിക്കുക. അത് മീറ്റിൻ്റെ കറക്റ്റ് വേവ് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇത് ഓരോ സ്ഥലത്ത് കിട്ടുന്ന മീറ്റിൻ്റെ വേവിന് വ്യത്യാസം ഉണ്ടാവും. ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഈ ഗരം മസാല പൊടിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് ഒരു 3 തക്കോലം ചേർക്കുക. അത് വലിയ തക്കോലയൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു 2 ചേർത്താൽ മതി. ഒരു 4 ഏലക്കായ ചേർക്കുക. ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം കറുകപ്പട്ട ചേർക്കുക. കറുകപ്പട്ട ചേർക്കുമ്പോൾ അതൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് ചേർക്കുക. പിന്നെ കറുകപ്പട്ട നിങ്ങൾ എടുക്കുമ്പോൾ ചില കറുകപ്പട്ടയ്ക്ക് ചിലപ്പോൾ ഈ കറുകപ്പട്ടയുടെ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളത് എടുക്കുമ്പോൾ ഏറ്റവും അധികം കറുകപ്പട്ട ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഈ ജാതിപത്രി ചേർക്കുക. 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. 1 ടീസ്പൂൺ
ഒരു 16 കറിയാമ്പൂ ചേർക്കാം. 1.5 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചൂടാവണം. ഇപ്പോൾ ഗരം മസാല നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ജീരകം പൊട്ടുന്ന സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഇത് കരിഞ്ഞു പോകാണ്ട് നോക്കണം. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് പതുക്കൊന്ന് ചൂടാറിയിട്ട് വേണം മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുക്കറിൽ നിന്ന് ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കാം. അപ്പോൾ മട്ടൺ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് കറിയാക്കാം. ഇത് മട്ടൺ കറിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. ചൂടായ ഓയിലിലേക്ക് ചതച്ച് വെച്ചേക്കണ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക. സവോള സ്ലൈസ് ചെയ്ത് ചേർക്കാം. ഞാനിവിടെ 2 മീഡിയം സവോളയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ചേർക്കണം. അപ്പോൾ സവോളയ്ക്ക് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഞാൻ തന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടിയൊക്കെ നിങ്ങൾ കറിയിൽ ചേർക്കുമ്പോൾ ഫ്രഷായിട്ട് പൊടിച്ചിട്ട് ചേർക്കുക. ഞാൻ അതിലേക്ക് ഒരു 1.25 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഈ മല്ലിപ്പൊടിയും ഞാൻ ചേർന്നിട്ട് നന്നായിട്ട് മൊരിയണം. അത് കഴിഞ്ഞിട്ട് വേണം മുളകിൻ്റെ പൊടി ചേർക്കാൻ വേണ്ടിയിട്ട്. പൊടി നന്നായിട്ട് മൊരിഞ്ഞില്ലെങ്കിൽ കറിക്കൊരു പച്ചമല്ലിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ മല്ലിപ്പൊടി ഞാൻ ചേർന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കാം. മുളകിൻ്റെ പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. മുളകിൻ്റെ പൊടിയും കുറച്ച് കൂടുതൽ ചേർക്കണം. അപ്പോൾ അതനുസരിച്ചിട്ട് മുളകിൻ്റെ പൊടിയും ചേർക്കാം. പൊടിയും ഞാൻ ചേർന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. കുരുമുളകിൻ്റെ പൊടി കുറച്ച് കൂടുതൽ ചേർക്കാം. മസാലപ്പൊടികളെല്ലാവരും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കണ മട്ടൻ ചേർക്കാം. ഗരം മസാല പൊടിച്ചത് ചേർക്കാം. ആദ്യം തന്നെ കുറച്ച് ചേർക്കാം. ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഗരം മസാല രണ്ടാമതും ചേർത്താൽ മതി. ഈ കറിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് കറിയിലേക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും പിന്നെ ഗരം മസാല വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാലയും കൂടി ചേർക്കണം. ഉപ്പും ഗരം മസാലയൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഈ കറിയിലേക്ക് മല്ലിയില ചേർക്കാം. അപ്പോൾ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. കറി ഒന്നല്ലെങ്കിൽ റൈസിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്.